ഓക്കെ, നമ്മളിപ്പോൾ മറ്റേ ബൈനറി ഫയൽസിൻ്റെ 4 ഓപ്പറേഷൻസിൻ്റെ കോഡ് ഇപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്യാം. ഒന്ന് ആഡിങ് എൻ നമ്പർ ഓഫ് റെക്കോർഡ്സ് ആണ്, അത് യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ വെച്ച് ചെയ്യാം. രണ്ടാമത്തേത് സെർച്ച് ഫോർ എ പെർട്ടിക്കുലർ റെക്കോർഡ്, അതൊരു യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ ആയിട്ട് ചെയ്യാം. പിന്നെ അപ്ഡേറ്റ് ഓപ്പറേഷൻ ആൻഡ് ഡിലീറ്റ് ഓപ്പറേഷൻ. അതിനുവേണ്ടി ആദ്യം നമ്മൾ ഇമ്പോർട്ട് ബൈനറി ഫയലിൻ്റെ ഓപ്പറേഷൻസിന് വേണ്ടി നമുക്ക് പിക്കിൾ മോഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. സോ പിക്കിൾ ആൻഡ് ദ ഫസ്റ്റ് യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ ഈസ് ആഡ് റെക്കോർഡ്സ്. ഈ ആഡ് റെക്കോർഡ്സിൻ്റെ ബോഡി എന്തായിരിക്കണം? ആക്ച്വലി ബൈനറി ഫയലിൻ്റെ ഉള്ളിലേക്ക് നമ്മളിപ്പോൾ റൈറ്റ് ചെയ്യാൻ പോകുന്ന റെക്കോർഡ്സൊക്കെ ഇൻഡിപെൻഡൻറ്റ് റെക്കോർഡ്സ് ആയിട്ടാണ് റൈറ്റ് ചെയ്യാൻ പോകുന്നത് ഇൻ ലിസ്റ്റ് ഫോർമാറ്റ്. ഈ ഇൻഡിപെൻഡൻറ്റ് റെക്കോർഡ്സ് ആയിട്ട് വൺ ആഫ്റ്റർ അനദർ നമ്മൾ റൈറ്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ലിസ്റ്റ് ഫോർമാറ്റ് ആകാം, അല്ലെങ്കിൽ ഡിക്ഷണറി ഫോർമാറ്റ് ആകാം. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വേ ദ ക്വസ്റ്റ്യൻസ് ആർ ഗോയിങ് ടു കം ഇൻ ദ പബ്ലിക് എക്സാമിനേഷൻ. ഇതിൻ്റെ ഉള്ളിൽ ആദ്യം നമ്മൾ വിത്ത് കീവേഡ് ഉപയോഗിച്ച് ഓപ്പൺ ആൻഡ് ദ ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് ഈസ് നെയിം ഓഫ് ദി ബൈനറി ഫയൽ. ലെറ്റ് us suppose it is book.dat. ബിക്കോസ് ഇറ്റ്സ് ബൈനറി ഫയൽ, അതിൻ്റെ എക്സ്റ്റൻഷൻ ഡാറ്റ ആണ്. ഈ book.dat എന്ന് പറയുന്ന ബൈനറി ഫയലിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്യാൻ പോകുന്ന n നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് റെക്കോർഡ്സ്. ഓരോ റെക്കോർഡ് ബുക്കിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അതിൽ 4 എലിമെൻറ്റ്സ് ആണ് ഓരോ റെക്കോർഡിൽ വരാൻ പോകുന്നത്. ബുക്ക് ഐ ഡി, ബുക്ക് നെയിം, ദെൻ വിൽ ഗോ ഫോർ ആദർ ആൾസോ, ആദർ ആൻഡ് പബ്ലിക്കേഷൻസ് വേണമെങ്കിൽ പബ്ലിക്കേഷൻസ്, ദെൻ ഫൈനലി ഈസ് പ്രൈസ്. അപ്പോൾ 5 എലിമെൻറ്റ്സ് ഉള്ള ഒരു ബുക്ക് റെക്കോർഡാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് WB മോഡിലാണ്. ദാറ്റ് മീൻസ് if the same file book.dat എന്ന് പറയുന്ന ഫയൽ current working folder, if it is already existing, it will be opened in overwriting mode. If not, it will be created. A references okay f എന്ന് പറയുന്ന വേരിയബിളിലേക്ക് എത്തിച്ചു. നെക്സ്റ്റ് n equal to how many records independently you are planning to write into the binary file നമുക്ക് ചോദിക്കാം. So we'll ask how many records. ഓക്കെ, ആ ഇൻപുട്ട് വാല്യൂ n വേരിയബിളിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ഈ ഫോർ ലൂപ്പിൻ്റെ ബോഡി ആയിട്ട് എന്താ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്? ഓരോ ഇൻഡിപെൻഡൻറ്റ് റെക്കോർഡ് ജനറേറ്റ് ചെയ്യണം. അപ്പോൾ ഓരോ റെക്കോർഡിൽ എത്ര എലിമെൻ്റൽ വാല്യൂസ് ആണുള്ളത്? 5 എലിമെൻ്റൽ വാല്യൂസ് ആണെങ്കിൽ 5 വേരിയബിൾസിലേക്ക് ഇൻപുട്ട് വാല്യൂസ് ആക്സെപ്റ്റ് ചെയ്ത് പിന്നെ അതിൽ നിന്ന് റെക്കോർഡ് ജനറേറ്റ് ചെയ്യുന്നു. ആ ഇൻഡിപെൻഡൻറ്റ് റെക്കോർഡ് കൊണ്ടുപോയി ബൈനറി ഫയലിലേക്ക് ഡംപ് ചെയ്യുന്നു. സോ ഫോർ I in range of n, ആൻഡ് അതിൽ ആദ്യത്തേത് ബുക്ക് ഐ ഡി ആണ്. സോ BID വേരിയബിൾ ഈക്വൽ ടു ഇൻറ്റിജർ ഫോർമാറ്റ് ആണ്. സോ വിൽ സേ ഇൻറ്റ് ഓഫ് ഇൻപുട്ട് ആൻഡ് ദ പ്രോംപ്റ്റ് ഗിവൻ ഈസ് എൻറ്റർ ബുക്ക് ഐ ഡി. അപ്പോൾ ബുക്ക് ഐ ഡി വാല്യൂ നമ്മൾ BID വേരിയബിളിലേക്ക് ആക്സെപ്റ്റ് ചെയ്തു. BN സ്റ്റാൻഡ്സ് ഫോർ ബുക്ക് നെയിം ആണ്, ഇറ്റ്സ് എ സ്ട്രിങ്. സോ വിൽ സേ എൻറ്റർ ബുക്ക് നെയിം. Then after that the next elemental value happens to be publisher. So that too it's a string ആണ്. അപ്പോൾ ഇൻപുട്ട് ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമുക്ക് എൻറ്റർ പബ്ലിഷർ എന്നും ചോദിക്കാം. ദാറ്റ്സ് ആക്സെപ്റ്റഡ് ഇൻസൈഡ് പബ് വേരിയബിൾ. ദെൻ ആഫ്റ്റർ ദറ്റ് ഓദർ ആണ്. ഓദർ സ്ട്രിംഗ് ഫോർമാറ്റ് ആയതുകൊണ്ട് ഇൻപുട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് എൻറ്റർ ഓദർ ഓഫ് ദറ്റ് ബുക്ക് ആൻഡ് ദറ്റ് ഈസ് ആക്സെപ്റ്റഡ് ഇൻ ടു AUT വേരിയബിൾ. നെക്സ്റ്റ് പ്രൈസ് ആണ്, PR വേരിയബിൾ. ഇറ്റ്സ് എ ഫ്ലോട്ട്. ചിലപ്പം ഡെസിമൽ വാല്യൂ ഉണ്ടാവാം. പ്രൈസ് എന്ന് പറയുമ്പോൾ 150.50 അങ്ങനെ ഡെസിമൽ വാല്യൂ ചിലപ്പോൾ ഉണ്ടാവേണ്ടതിനാൽ നമുക്കതിനെ ഫ്ലോട്ട് ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഇൻപുട്ട് ഫംഗ്ഷൻ, ദെൻ വിൽ സേ എൻറ്റർ പ്രൈസ് ആക്സെപ്റ്റ് ചെയ്തു. സോ ഒരു റെക്കോർഡിക്ക് വേണ്ട 5 എലിമെൻ്റൽ വാല്യൂസ് 5 വേരിയബിൾസിലേക്ക് എത്തിച്ചു. ആൻഡ് വാട്ട് ഷുഡ് ബി ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഇൻസൈഡ് ദ ഫോർ ലൂപ്പ്? അതിൽ നിന്ന് ഒരു റെക്കോർഡ് ജനറേറ്റ് ചെയ്യണം. അപ്പോൾ L ഈക്വൽ ടു ദെൻ വിൽ സേ ഇൻ ലിസ്റ്റ് ഫോർമാറ്റ് ആണ് റെക്കോർഡ് ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. ആ ലിസ്റ്റ് ഫോർമാറ്റിൻ്റെ റെക്കോർഡിൽ ഫസ്റ്റ് എലിമെൻ്റൽ വാല്യൂ BID, നെക്സ്റ്റ് ഫോളോഡ് ബൈ ബുക്ക് നെയിം, ഫോളോഡ് ബൈ പബ്ലിഷർ, ഫോളോഡ് ബൈ ഓദർ, ഫോളോഡ് ബൈ പ്രൈസ്. ഇപ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് റെക്കോർഡ് ജനറേറ്റ് ചെയ്തു, L വേരിയബിളിലേക്ക് എത്തിച്ചു. ഈ L വേരിയബിളിൻ്റെ ഉള്ളിലുള്ള ഇൻഡിപെൻഡൻറ്റ് റെക്കോർഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ബൈനറി ഫയലിലേക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് റൈറ്റ് ചെയ്യാൻ വേണ്ടി പിക്കിൾ മോഡ്യൂളിൻ്റെ ഉള്ളിലുള്ള ഡംപ് ഫംഗ്ഷൻ വിളിച്ച് അതിന് 2 ആർഗ്യുമെൻറ്റ്സ് അയക്കുന്നു. ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് ഷുഡ് ബി ദ റെക്കോർഡ് വേരിയബിൾ L ആൻഡ് ദ സെക്കൻഡ് ആർഗ്യുമെൻറ്റ് ഷുഡ് ബി ദ ഫയൽ കണക്ടിവിറ്റി വേരിയബിൾ F. വിത്ത് ദിസ് ആഡ് റെക്കോർഡ്സ് ഫംഗ്ഷൻ്റെ ബോഡി കഴിഞ്ഞു. ആൻഡ് ദ നെക്സ്റ്റ് ഫംഗ്ഷൻ വാട്ട് ഐ എം ഗോയിങ് ടു ഇംപ്ലിമെൻറ്റ് ഇസ് സെർച്ച് ഓപ്പറേഷൻ ആണ്. സോ def I'll give the name of the user defined function as search records. ഈ സെർച്ച് റെക്കോർഡിൽ നമ്മളിപ്പോൾ ബൈനറി ഫയലിൻ്റെ ഉള്ളിലുള്ള എല്ലാ റെക്കോർഡ്സ് 1 by 1 റീഡ് ചെയ്ത് കാണിക്കേണ്ട. യൂസറിൽ നിന്ന് you are searching those matching records based upon other. അപ്പോൾ യൂസറിൽ നിന്ന് other ഇൻപുട്ട് വാല്യൂ ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യും. അത് മാച്ച് ആവുന്ന റെക്കോർഡ്സ് മാത്രം ബൈനറി ഫയലിൽ നിന്ന് സെർച്ച് ചെയ്ത് other ബേസ്ഡ് ആണ്. മാച്ച് ആവുന്ന യൂസറിൽ നിന്ന് ഇൻപുട്ടായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്ന other വാല്യൂവിന് ബേസ് ചെയ്ത് മാച്ച് ആവുന്ന റെക്കോർഡ്സ് മാത്രമേ ബൈനറി ഫയലിന് കാണിച്ചു കൊടുക്കും. സോ വിത്ത് ഓപ്പൺ ഫംഗ്ഷൻ and open function once again first argument book.dat existing file ആണ് in the current working folder
and that too we are opening that file in read mode ആണ്. It's a binary file ആയതുകൊണ്ട് RB ആണ് as f. References ഒക്കെ f വേരിയബിളിലേക്ക് എത്തിച്ചു. Then യൂസറിൽ നിന്ന് ഇൻപുട്ട് ആക്സെപ്റ്റ് ചെയ്യേണ്ടേ എല്ലാ റെക്കോർഡ്സ് കാണിക്കുന്നില്ല, ഓൺലി യൂസർ പ്രിഫറൻസ് ലൈക്ക് യൂസർ ഒരു ഓദർ നെയിം ഇൻപുട്ടായിട്ട് നമുക്ക് തരും, അതിന് മാച്ച് ആവുന്ന ഓദർ നെയിം മാച്ച് ആവുന്ന റെക്കോർഡ്സ് മാത്രമാണ് കാണിച്ചു കൊടുക്കേണ്ടത്. സോ ദ പ്രോംപ്റ്റ് ഈസ് എൻറ്റർ ഓദർ നെയിം ടു സെർച്ച്. സോ നമ്മളിപ്പോൾ ഒരു ഓദർ നെയിം ഇൻപുട്ടായിട്ട് ആക്സെപ്റ്റ് ചെയ്തത് മാച്ച് ആവുന്ന സിംഗിൾ റെക്കോർഡാകാം, മൾട്ടിപ്പിൾ റെക്കോർഡ്സ് ആകാം, അതൊക്കെ മാച്ച് ആവുന്ന റെക്കോർഡ്സ് മാത്രമേ ബൈനറി ഫയലിൽ നിന്ന് റീഡ് ചെയ്ത് കാണിക്കും. പിന്നെ റീഡ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ട്രൈ ബ്ലോക്ക് വേണം. ട്രൈൻ്റെ ഉള്ളിൽ വൈൽ ട്രൂ. വൈൽ ട്രൂ മീൻസ് ഇറ്റ്സ് എൻ ഇൻഫിനൈറ്റ് ലൂപ്പ്. ഒരിക്കലും ഈ ലൂപ്പ് ടെർമിനേറ്റ് ആവുന്നില്ല. ലോഡ് ഫംഗ്ഷൻ ഫെയിൽ ആവുന്ന സമയത്ത് EOF എറർ ജനറേറ്റ് ആവും. ആ EOF എറർ വരുന്ന സമയത്ത് മാത്രമേ ഈ ലൂപ്പും ഈ ട്രൈ ബ്ലോക്ക് ക്ലോസ് ആവുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ് വേരിയബിൾ ഈക്വൽ ടു പിക്കിൾ ഡോട്ട് ലോഡ് ഫംഗ്ഷൻ ആണ്, അതിന് ആർഗ്യുമെൻറ്റ് F ആയിട്ട്. ദാറ്റ് മീൻസ് ലോഡ് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് റൈറ്റ് ചെയ്തതുകൊണ്ട് നമ്മൾ ആ ബൈനറി ഫയലിൻ്റെ ഉള്ളിൽ റെക്കോർഡ് ബൈ റെക്കോർഡാണ് റീഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇറ്ററേഷൻ എക്സിലേക്ക് എന്തെത്തും, ഫസ്റ്റ് റെക്കോർഡ് എത്തി. ആ എത്തിയ കറണ്ട് റെക്കോർഡ് ദാറ്റ് ഹാപ്പൻസ് ടു ബി ദ ഫസ്റ്റ് റെക്കോർഡ് ഇൻ ദ ഫസ്റ്റ് ഇറ്ററേഷൻ, അതിൻ്റെ ഓദർ എന്ന് പറയുമ്പോൾ എത്രാമത്തെ എലിമെൻ്റൽ വാല്യൂ, നാലാമത്തെ എലിമെൻ്റൽ വാല്യൂ അല്ലേ. അപ്പോൾ x(3) എന്ന് പറയുമ്പോൾ ഫോർത്ത് എലിമെൻ്റൽ വാല്യൂ ഓഫ് ദിസ് കറണ്ട് റെക്കോർഡ് ഈക്വൽസ് ടു ഓദർ വാല്യൂ. യൂസറിൽ നിന്ന് ഓദർ വാല്യൂ നമ്മൾ ഇൻപുട്ടായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ യൂസർ പ്രിഫറൻസ് ചെയ്യുന്ന ഓദർ വാല്യൂ ഈക്വൽ ആണെങ്കിൽ, ഓദർ വേരിയബിളിൻ്റെ ഉള്ളിലുള്ള വാല്യൂ ഈ റെക്കോർഡിൻ്റെ ഓദർ വാല്യൂ ഈക്വൽ ആണെങ്കിൽ ദിസ് ഇസ് ദ മാച്ചിങ് റെക്കോർഡ് വിച്ച് ഹാസ് ടു ബി ഡിസ്പ്ലേഡ് ഔട്ട് സൈഡ്. സോ പ്രിൻറ്റ് വി ആർ ഡിസ്പ്ലേയിങ് ദറ്റ് റെക്കോർഡ് ഔട്ട്. മൾട്ടിപ്പിൾ റെക്കോർഡ്സ് ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ലൈക്ക് ബിക്കോസ് ഇറ്റ്സ് ഓദർ. അതേ ബുക്ക് ഐ ഡി ബേസ് ചെയ്ത് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ബുക്ക് ഐ ഡി യുണീക്ക് വാല്യൂ ആയതുകൊണ്ട് നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ബുക്ക് ഐ ഡി ഇൻപുട്ടായിട്ട് ആക്സെപ്റ്റ് ചെയ്ത് യൂസറിൽ നിന്ന് അത് മാച്ച് ആവുന്ന റെക്കോർഡ് മാത്രമേ കാണിക്കേണ്ടി വന്നാൽ ആകെ ഒരു റെക്കോർഡേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഓദർ എന്ന് പറയുമ്പോൾ ലൈക്ക് വേരിയസ് ബുക്സ് റിട്ടൺ ബൈ ദ സെയിം ഓദർ ഉണ്ടാവാം, അതുകൊണ്ട് മൾട്ടിപ്പിൾ റെക്കോർഡ്സ് ഔട്ട്പുട്ടായിട്ട് കാണാൻ സാധിക്കും. സോ ലോഡ് ഫംഗ്ഷൻ ഫെയിൽ ആവുന്ന സമയത്ത് അത് ജനറേറ്റ് ചെയ്യാൻ പോകുന്ന എററാണ് എക്സെപ്റ്റ് EOF എററാണ്. അതിലെന്ത് ചെയ്യുന്നു, ദെൻ വിൽ സേ ലൈക്ക് ഒരു ജനറൽ മെസ്സേജ് കൊടുക്കാം അതിൻ്റെ ബോഡി നോ മോർ റെക്കോർഡ്സ്. ഓക്കെ, ഇതൊരു സിമ്പിൾ കോഡാണ്. ആക്ച്വലി ഇതിൽ എല്ലാ ഓപ്ഷൻസും ഞാനിപ്പോൾ വേണമെങ്കിൽ ഫൗണ്ട് എന്ന് പറയുന്ന വേരിയബിളിന് ഫോൾസ്ക്ക് ഇനീഷ്യലൈസ് ചെയ്ത് അല്ലെങ്കിൽ ട്രൂക്ക് ഇനീഷ്യലൈസ് ചെയ്ത് റെക്കോർഡ് കിട്ടുമ്പോൾ ഫൗണ്ടിൻ്റെ വാല്യൂ ട്രൂ ആക്കുക അല്ലെങ്കിൽ ഫാൾസ് ആക്കുക, അത് വെച്ച് നമുക്ക് കമ്പയർ ചെയ്ത് അങ്ങനെ ഒരുപാട് അതിനെ ലെന്തി ആക്കാം. പക്ഷേ റൈറ്റ് നൗ ഐ എം ലിമിറ്റിംഗ് ദിസ് ഫംഗ്ഷൻ ടു ദിസ് സേക്ക്. ഇത് കഴിഞ്ഞിട്ട് ഇനി തേർഡ് ഫംഗ്ഷൻ എന്തായിരിക്കും, അപ്ഡേറ്റ് ഫംഗ്ഷൻ അല്ലേ. ഡെഫ് അപ്ഡേറ്റ് റെക്കോർഡ്സ്. എന്താണ് അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വി ആർ ട്രൈങ് ടു അപ്ഡേറ്റ് ദ പബ്ലിക്കേഷൻസോ അല്ലെങ്കിൽ പിന്നെ ഓദർ ബേസ് ചെയ്ത് നമുക്ക് അപ്ഡേഷൻ നടത്താം. സോ അപ്ഡേഷൻ നടത്തണമെങ്കിൽ യൂസറിൽ നിന്ന് 2 ഇൻപുട്ട് വാല്യൂസ് ആണ് ആക്സെപ്റ്റ് ചെയ്യേണ്ടത്. ഓദർ ബേസ്ഡ് അപ്ഡേഷൻ ആണെങ്കിൽ ഓൾഡ് ഓദർ നെയിം ആക്സെപ്റ്റ് ചെയ്യുന്നു, അത് മാച്ച് ആവുന്ന റെക്കോർഡ്സ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് ആ റെക്കോർഡ്സിൻ്റെ ഓൾഡ് ഓദർ നെയിം ന്യൂ ഓദർ നെയിം കൊണ്ട് ഓവർ റൈറ്റ് ചെയ്യുന്നു. അതിനുവേണ്ടി വീണ്ടും നമ്മൾ വിത്ത് ഓപ്പൻ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ബൈനറി ഫയൽ book.dat എന്ന് പറയുന്ന ബൈനറി ഫയൽ തുടക്കത്തിൽ നമ്മളതിനെ റീഡ് മോഡിൽ തുറക്കുന്നു. റീഡ് മോഡിൽ തുറന്ന് ആസ് എഫ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ലെറ്റ് മീ മാക്സിമൈസ് ദ വിൻഡോ. ഇത് കഴിഞ്ഞിട്ട് ഒരു മെയിൻ ലിസ്റ്റ് വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു. എൻ്റെ ഐഡിയ ഇത്രയേ ഉള്ളൂ, നമ്മളിപ്പോൾ അപ്ഡേറ്റ് ചെയ്യേണ്ട റെക്കോർഡ്സും ചെയ്യേണ്ട റെക്കോർഡ്സും ചെയ്യാൻ പാടില്ലാത്ത റെക്കോർഡ്സ് എല്ലാം ബൈനറി ഫയലിൽ നിന്ന് റെക്കോർഡ് ബൈ റെക്കോർഡ് റീഡ് ചെയ്യുന്നു. അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് നെയിമും യൂസർ ആവശ്യപ്പെടുന്ന ഓദർ നെയിം ഈക്വൽ ആണെങ്കിൽ, ആ പെർട്ടിക്കുലർ ഈക്വൽ ആണെങ്കിൽ ഓൾഡ് ഓദർ നെയിം ഈക്വൽ ആണെങ്കിൽ അതിനെ പുതിയ ഓദർ നെയിം കൊണ്ട് ഓവർ റൈറ്റ് ചെയ്യുന്നു. അപ്പോൾ അപ്ഡേറ്റ് ആയ റെക്കോർഡ് അതിന് കൊണ്ടുപോയി നമ്മൾ ഇവിടെ ഗ്യാദർ ചെയ്ത് വെക്കും, ഒരു ലിസ്റ്റ് വേരിയബിളിൻ്റെ ഉള്ളിലേക്ക് ഗ്യാദർ ചെയ്ത് വെക്കും. ദാറ്റ് മീൻസ് ഇൻ ദ ഫസ്റ്റ് സ്റ്റെപ്പ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ബൈനറി ഫയൽ റീഡ് മോഡിൽ തുറന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ട റെക്കോർഡ്സും ചെയ്യാൻ പാടില്ലാത്ത റെക്കോർഡ്സ് ഒക്കെ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, മെയിൻ ലിസ്റ്റ് വേരിയബിളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇറ്റ്സ് ഓക്കെ. ദെൻ ആഫ്റ്റർ ദാറ്റ് നമ്മളിപ്പോൾ യൂസറിൽ നിന്ന് ഇൻപുട്ട് ആക്സെപ്റ്റ് ചെയ്യേണ്ടേ ഓൾഡ് ഓദർ നെയിം ആക്സെപ്റ്റ് ചെയ്യണം. സോ ഇറ്റ്സ് എ സ്ട്രിംഗ് ഫോർമാറ്റ് ആയതുകൊണ്ട് ഇൻപുട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് വിൽ സേ എൻറ്റർ ഓൾഡ് ഓദർ നെയിം. ആക്ച്വലി ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ ഈ ഓദർ നെയിം എൻ്റർ ചെയ്യും യൂസർ. അപ്പോൾ ഇത് മാച്ച് ആവുന്ന റെക്കോർഡ്സാണ് ആദ്യം ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്തുകൊണ്ട്, ആ റെക്കോർഡ്സാണ്. സോ ഐ എം അപ്ഡേറ്റിംഗ് ദ റെക്കോർഡ്സ് ബേസ്ഡ് അപ്പോൺ ദ ഓദർ നെയിം. അപ്പോൾ പഴയ ഓദർ നെയിം യൂസറിൽ നിന്ന് ഇൻപുട്ടായിട്ട് ആക്സെപ്റ്റ് ചെയ്ത് മാച്ച് ആവുന്ന റെക്കോർഡ്സൊക്കെ കണ്ടുപിടിച്ച് അതിൻ്റെ ഓൾഡ് ഓദർ നെയിം പുതിയ ഓദർ നെയിം കൊണ്ട് ഓവർ റൈഡ് ചെയ്യണം. ദാറ്റ്സ് വാട്ട് ഐ മീൻ അപ്ഡേറ്റ് ഓപ്പറേഷൻ. ന്യൂ ഓദർ നെയിം. ഇറ്റ്സ് ഓക്കെ. NAU അതും സ്ട്രിംഗ് ആയതുകൊണ്ട് ഇൻപുട്ട് ആൻഡ് വിൽ സേ എൻറ്റർ ന്യൂ
ഓതർ നെയിം, പുതിയ ഓതർ നെയിം നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു. സോ രണ്ട് ഇൻപുട്ട് വാല്യൂസ് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഈ ബൈനറി ഫയലിൻ്റെ ഉള്ളിൽ റെക്കോർഡ് ബൈ റെക്കോർഡ് റീഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ബ്ലോക്കിൻ്റെ ഉള്ളിൽ വൈൽ ട്രൂ വീണ്ടും വിളിക്കുന്നു. അതിൽ റെക്കോർഡ് ബൈ റെക്കോർഡ് റീഡ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് പിക്കിൾ ഡോട്ട് ലോഡ് ഫംഗ്ഷൻ, ആ ലോഡ് ഫംഗ്ഷൻ എഫ് വേരിയബിൾ ആർഗ്യുമെൻ്റ് ആയിട്ട് അയച്ചു. സോ ഇൻ ദ ഫസ്റ്റ് ഇറ്ററേഷൻ എക്സിലേക്ക് എന്തെത്തും, ഫസ്റ്റ് റെക്കോർഡ് എത്തും. ആ എത്തിയ റെക്കോർഡിൻ്റെ ഓതർ എന്ന് പറയുമ്പോൾ എത്രാമത്തെ എലിമെൻ്റൽ വാല്യൂ, നാലാമത്തെ എലിമെൻ്റൽ വാല്യൂ. നാലാമത്തെ എലിമെൻ്റൽ വാല്യൂ എന്ന് പറയുമ്പോൾ ഇൻഡെക്സ് 3 ആണ്. സോ ഫസ്റ്റ് ടൈം റീഡ് ചെയ്ത റെക്കോർഡ് ഈ ലൂപ്പിൽ ഓരോ റെക്കോർഡ് റീഡ് ചെയ്യുമ്പോൾ ആ റെക്കോർഡ് കറണ്ട് റെക്കോർഡ്, ആ പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ റെക്കോർഡ് ഏത് വേരിയബിളിലേക്ക് എത്തും, എക്സിൻ്റെ തേർഡ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഫോർത്ത് എലിമെൻ്റൽ വാല്യൂ ഈക്വൽ ടു യൂസർ അപ്ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന റെക്കോർഡ് ഇതാണോ എന്ന് കമ്പയർ ചെയ്യാനുള്ളത് ഓൾഡ് ഓതർ നെയിം ബേസ് ചെയ്തിട്ടാണ്. ഈക്വൽ ടു ഓൾഡ് ഓതർ നെയിം ആണെങ്കിൽ ദെൻ ദറ്റ് പെർട്ടിക്കുലർ റെക്കോർഡിൻ്റെ ഫോർത്ത് എലിമെൻ്റൽ വാല്യൂ ഷുഡ് ബി ഓവർ റിട്ടൺ ബൈ ന്യൂ ഓതർ നെയിം. ദാറ്റ്സ് ഇറ്റ്. ചെയ്ത ശേഷം അപ്ഡേറ്റ് ചെയ്ത റെക്കോർഡ്സ് ആകാം, ചെയ്യാത്ത റെക്കോർഡാകാം, അപ്ഡേറ്റ് ചെയ്ത റെക്കോർഡ് അല്ലാത്ത റെക്കോർഡാണെങ്കിലും അറ്റ് ദ എൻഡ് വാട്ട് വി ഹാവ് ടു ഡു, ആ പെർട്ടിക്കുലർ റെക്കോർഡ് കൊണ്ടുപോയി മെയിൻ ലിസ്റ്റിലേക്ക് അപ്പൻഡ് ചെയ്യണം. സോ ഇഫിൻ്റെ പുറത്ത്, ഇഫിൻ്റെ ഉള്ളിലല്ല കേട്ടോ, ഇഫിൻ്റെ ഉള്ളിലാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്ന റെക്കോർഡ്സ് മാത്രമേ മെയിൻ ലിസ്റ്റിലേക്ക് പോവുള്ളൂ. പക്ഷെ അങ്ങനെ പാടില്ലല്ലോ. അപ്പോൾ അപ്പൻഡ് എക്സ് എന്ന് പറഞ്ഞാൽ മതി. കാരണം എക്സിൻ്റെ ഉള്ളിലുള്ള കറണ്ട് അപ്ഡേറ്റഡ് റെക്കോർഡ് അപ്ഡേറ്റ് ആയാലും ഇല്ലെങ്കിലും അത് എൽ വേരിയബിളിലേക്ക് എത്തിച്ചു, ലിസ്റ്റ് വേരിയബിളിലേക്ക് എത്തിച്ചു. ദെൻ ആഫ്റ്റർ ദറ്റ് ലോഡ് ഫംഗ്ഷൻ ഫെയിൽ ആവും. അപ്പോൾ നമുക്കതിനെ അക്സെപ്റ്റ് കീവേഡ് ഉപയോഗിച്ച് ഹാൻഡിൽ ചെയ്യാം. EOF എററാണ്. So we'll say like what I have to say, nothing to say. So we'll say pass because it's an intermediate stage ആണ്. നമ്മൾ ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു, ബൈനറി ഫയൽ റീഡ് മോഡിൽ തുറന്ന് എല്ലാ റെക്കോർഡ്സും ചെയ്തതും ചെയ്യാത്തതും അപ്ഡേറ്റ് എല്ലാ റെക്കോർഡ്സും ലിസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ളൊരു ഗോലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പുറത്തുള്ള ലോകത്തോടൊന്നും പറയേണ്ട, ഒരു പ്രിൻ്റ് ഔട്ട് സ്റ്റേറ്റ്മെൻറ്റോ പ്രിൻ്റ് കാണിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് പാസ് എന്ന് പറയുന്ന ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചാൽ മതി. സോ ഇൻ ദ സെക്കൻഡ് സ്റ്റെപ്പ് വൺസ് അഗൈൻ നമ്മൾ എന്ത് ചെയ്യുന്നു, വിത്ത് ഓപ്പൻ സെക്കൻഡ് സ്റ്റെപ്പിൽ എന്ത് സംഭവിക്കുന്നു, ഈ മെയിൻ ലിസ്റ്റിൻ്റെ ഉള്ളിൽ ഒരുപാട് സബ് ലിസ്റ്റുകൾ ഉണ്ടാവും. ഓരോ സബ് ലിസ്റ്റ് ഓരോ റെക്കോർഡാണ്. അപ്ഡേറ്റ് ചെയ്ത റെക്കോർഡാവാം, അല്ലാത്ത റെക്കോർഡാവാം. വീണ്ടും എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം, ഫയലിലേക്ക് റൈറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ എന്താവും, ഏത് മോഡിൽ തുറക്കണം, ഫയലിൽ റൈറ്റ് മോഡിൽ തുറക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഓൾഡ് റെക്കോർഡ്സൊക്കെ ഈ ലിസ്റ്റിൻ്റെ ഉള്ളിലുള്ള ഓരോ റെക്കോർഡ് കൊണ്ട് ഓവർ റൈറ്റ് ആകും. സോ അപ്ഡേറ്റ് ആയെന്നൊരു ഫീലിംഗ് നമുക്ക് കിട്ടും. സോ വിൽ സേ ഓപ്പൺ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ബൈനറി ഫയൽ ബുക്ക് ഡോട്ട് ഡാറ്റ് ആണ്. ഇതിനെ ഏത് മോഡിൽ തുറക്കണം, വി ഹാവ് ടു ഓപ്പൺ ദാറ്റ് ഇൻ റൈറ്റ് മോഡ്. ഇറ്റ്സ് ഓക്കെ. ആൻഡ് ഓൾ ദ റെഫറൻസസ് വി ആർ ക്യാപ്ചറിങ് ഇൻ ടു എഫ് വേരിയബിൾ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഫോർ ഐ ഇൻ എൽ എന്ന് പറയുമ്പോൾ യു ആർ ട്രാവലിംഗ് ഇൻസൈഡ് ദിസ് മെയിൻ ലിസ്റ്റ് വേരിയബിൾ റെക്കോർഡ് ബൈ റെക്കോർഡ്. അപ്പോൾ അതിലേക്ക് ഫസ്റ്റ് ഇറ്ററേഷൻ എന്തെത്തും, ഫസ്റ്റ് റെക്കോർഡ് എത്തും. എത്തിയ ഈ ഫസ്റ്റ് റെക്കോർഡ് കൈയോടെ കൊണ്ടുപോയി എന്ത് ചെയ്യണം, പിക്കിൾ ഡോട്ട് ഡംപ് സ്റ്റേറ്റ്മെൻറ്റ് അത് കൊണ്ടുപോയി ബൈനറി ഫയലിലേക്ക് റൈറ്റ് ചെയ്യണം. ഇറ്റ്സ് ഓക്കെ. റൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റെപ്പിൽ ലിസ്റ്റിൽ നിന്ന് വീണ്ടും എല്ലാ റെക്കോർഡ്സ് പഴയതുപോലെ ബൈനറി ഫയലിലേക്ക് വൺ ആഫ്റ്റർ അടുത്ത് റൈറ്റ് ചെയ്തു. അപ്പോൾ ഓവർ റൈറ്റിംഗ് നടന്നു. ദെൻ വാട്ട് ഷുഡ് ബി ദ തേർഡ് സ്റ്റെപ്പ്, അപ്ഡേഷൻ നടന്നതിനൊരു പ്രൂഫ് കാണിക്കേണ്ട യൂസറിനെ. അപ്പോൾ ഈ തേർഡ് സ്റ്റെപ്പിൽ വീണ്ടും ബൈനറി ഫയൽ റീഡ് മോഡിൽ തുറന്ന് എല്ലാ റെക്കോർഡ്സ് ഔട്ട്പുട്ടായിട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ പഴയ റെക്കോർഡിൻ്റെ ഓൾഡ് ഓതർ നെയിമും അത് പുതിയ ഓതർ നെയിം കൊണ്ട് ഓവർ റൈറ്റ് ആയെന്നൊരു പ്രൂഫ് നമുക്ക് ഡിസ്പ്ലേ കാണിക്കുന്ന സമയത്ത് എല്ലാ റെക്കോർഡ്സ് യൂസറിന് മനസ്സിലാവും. അതുകൊണ്ട് ഇൻ ദ തേർഡ് സ്റ്റെപ്പ് വാട്ട് വി ആർ ഗോയിങ് ടു ഡു വിത്ത് ഓപ്പൻ ആൻഡ് വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ബൈനറി ഫയൽ ബുക്ക് ഡോട്ട് ഡാറ്റ് ആണ്. ഈ ബൈനറി ഫയലിന് ഏത് മോഡിൽ തുറക്കണം, വൺസ് അഗൈൻ റീഡ് മോഡിലാണ്. പ്രൂഫ് കാണിക്കാൻ വേണ്ടി, അപ്ഡേറ്റ് ആയോ ഇല്ലെന്ന് പ്രൂഫ് കാണിക്കാൻ വേണ്ടി വീണ്ടും ട്രൈ ബ്ലോക്ക് ആണ്. കാരണം റീഡിംഗ് ഓപ്പറേഷൻ നമ്മളിപ്പോൾ ബൈനറി ഫയലിലേക്ക് ഇൻഡിപെൻഡൻ്റ്ലി റെക്കോർഡ് ബൈ റെക്കോർഡ് റൈറ്റ് ചെയ്തത് കൊണ്ട് റീഡിംഗ് ഓപ്പറേഷനും റെക്കോർഡ് ബൈ റെക്കോർഡ് റീഡ് ചെയ്യേണ്ടതിനാൽ ലോഡ് ഫംഗ്ഷൻ ഫെയിൽ ആവുന്നത് കൊണ്ട് ഈ കോഡ് മുഴുവൻ ട്രൈ അക്സെപ്റ്റ് ബ്ലോക്കിൽ എൻക്ലോസ് ചെയ്യണം. സോ ഇതിൻ്റെ ഉള്ളിൽ വൈൽ ട്രൂ എന്ന് പറയും. ദെൻ ആഫ്റ്റർ ദാറ്റ് എക്സ് ഈക്വൽ ടു ആസ് യൂഷ്വൽ പിക്കിൾ മോഡ്യൂളിൻ്റെ ഉള്ളിലുള്ള ലോഡ് ഫംഗ്ഷൻ വിളിക്കുമ്പോൾ അതിന് ആർഗ്യുമെൻ്റായിട്ട് അയക്കേണ്ടത് എന്താണ്, ഫയൽ കണക്ടിവിറ്റി വേരിയബിൾ. സോ ഇൻ ദ ഫസ്റ്റ് ഇറ്ററേഷൻ എക്സിലേക്ക് എന്തെത്തി, ഫസ്റ്റ് റെക്കോർഡ് എത്തി. അപ്ഡേറ്റ് ആയതാകാം, അല്ലാത്തതാകാം. പക്ഷേ പ്രൂഫായിട്ട് കാണിച്ചു കൊടുക്കാൻ വി ആർ പ്രിൻറ്റിങ് ഇറ്റ് ഔട്ട്. ഇറ്റ്സ് ഓക്കെ. ഔട്ട്പുട്ട് കാണിച്ചു കൊടുത്തു. അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം ലോഡ് ഫംഗ്ഷൻ ഫെയിൽ ആവും. അപ്പോൾ അക്സെപ്റ്റ് EOF എറർ. ദെൻ വിൽ സേ നോ മോർ റെക്കോർഡ്സ്. റീഡ് ഓപ്പറേഷൻ അല്ലേ, ഇനി കാണിക്കാൻ റെക്കോർഡ്സ് ഒന്നും ബാക്കിയില്ല. എല്ലാ റെക്കോർഡ്സും ഇപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്തതിനൊരു ഇൻഫർമേഷന് മനസ്സിലാവാൻ വേണ്ടി ഇവിടെ EOF എറർ സംഭവിക്കുമ്പോൾ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കാണാൻ പോകുന്നത് എന്ത് മെസ്സേജാണ്, നോ മോർ റെക്കോർഡ്സ് കാണിക്കും. സോ അപ്ഡേറ്റ് ഓപ്പറേഷൻ ഈസ് ആൾസോ ഡൺ ആൻഡ് ഡസ്റ്റഡ്. ഇത് ഈ ഫുൾ പ്രോഗ്രാം ചെയ്ത ശേഷം നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് എന്തൊക്കെ എറർസ് വരുന്നു, കൈയോടെ ആ എറർ എങ്ങനെ റെക്ടിഫൈ ചെയ്യണം, അതുപോലെ തന്നെ ആഡ് ഓപ്പറേഷൻ, സെർച്ച് ഓപ്പറേഷൻ, അപ്ഡേറ്റ്, ഡിലീറ്റ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇനി ഡെഫ് ആണ്. ആൻഡ് ദ ലാസ്റ്റ് ഫംഗ്ഷൻ
happens to be delete without space, records. It's okay. Then what should be the body? Delete update more or less ഒരേപോലെ ഉണ്ടാവും. പക്ഷെ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ റെക്കോർഡ്സ് ചെയ്തതും ചെയ്യാത്തതും അപ്ഡേറ്റ്, എല്ലാ റെക്കോർഡ്സ് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? ലിസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. പക്ഷേ ഡിലീറ്റിൽ എന്ത് ചെയ്യണം? നമ്മൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റ് മാച്ച് ആവുന്ന റോസ്. സോ വി ആർ ഡിലീറ്റിംഗ്, സോറി ഡിപ്പാർട്ട്മെൻ്റ് അല്ല, നമ്മളിപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ പോകുന്ന റെക്കോർഡ്സ് എന്തിൻ്റെ ബേസിസിൽ ഡിലീറ്റ് ചെയ്യും? ഓതർ നെയിം. സോ യൂസറിൽ നിന്ന് ഇൻപുട്ടായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്ന ഓതർ നെയിം മാച്ച് ആവുന്ന റോസ് മാത്രം, റെക്കോർഡ്സ് മാത്രം കണ്ടെത്തി അതുമാത്രമാണ് ബൈനറി ഫയലിൽ നിന്ന് ഡിലീറ്റ് ചെയ്യേണ്ടത്. സോ മാച്ച് ആവുന്ന റോസ് മാത്രം മാറ്റി നിർത്തി മാച്ച് ആവാത്ത, ഓതർ നെയിം മാച്ച് ആവാത്ത റോസ് മുഴുവൻ നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? മെയിൻ ലിസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. സോ ദാറ്റ് ഈസ് ദ ലോജിക്. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ വിത്ത് ഓപ്പൻ, once again the file name happens to be book.dat and that binary file has to be opened in read mode. Okay, and the whole references are assigned into f variable. Then au variable equal to input. It's a string input ayukondu what the prompt we have to say over here is enter author name of records to delete. ഇപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത് യൂസറിൽ നിന്ന് ഒരു ഓതർ നെയിം ഇൻപുട്ടായിട്ട് ആക്സെപ്റ്റ് ചെയ്യും. അവൻ എൻ്റർ ചെയ്ത സ്പെസിഫിക് വാല്യൂ മാച്ച് ആവുന്ന റെക്കോർഡ്സ് മാത്രം ബൈനറി ഫയലിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? റെക്കോർഡ് ബൈ റെക്കോർഡ് റീഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ബ്ലോക്ക് വിളിക്കും. ട്രൈൻ്റെ ഉള്ളിൽ വൈൽ ട്രൂ മെൻഷൻ ചെയ്യും. ആസ് യൂഷ്വൽ x ഈക്വൽ ടു pickle.load ഫംഗ്ഷൻ ആൻഡ് അതിന് റെഫറൻസ് ആയിട്ട് എഫ് വേരിയബിൾ പാസ് ചെയ്തു. ഈ എക്സിലേക്ക് എത്തിയ കറണ്ട് റെക്കോർഡിൻ്റെ തേർഡ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഫോർത്ത് എലിമെൻ്റൽ വാല്യൂ ഈക്വൽ ടു au വേരിയബിളിൻ്റെ വാല്യൂ ഈക്വൽ ആണെങ്കിൽ സോ ദിസ് ഈസ് ദ റെക്കോർഡ് വിച്ച് യൂസർ വാണ്ട്സ് ടു ഡിലീറ്റ്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, നോട്ട് ഈക്വൽ ടു au ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ മാച്ച് ആവാത്ത റെക്കോർഡാണ്, ഓതർ നെയിമായിട്ട് മാച്ച് ആവാത്ത റെക്കോർഡാണെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് എന്ത് ചെയ്യണം? മെയിൻ ലിസ്റ്റ് വേരിയബിളിലേക്ക് അപ്പൻഡ് ചെയ്യണം. അപ്പോൾ മെയിൻ ലിസ്റ്റ് വേരിയബിൾ തൊട്ട് മുകളിൽ ട്രൈൻ്റെ പുറത്ത് ഞാൻ ഡിക്ലെയർ ചെയ്യാൻ വിട്ടുപോയി. സോ അതിലേക്ക് അപ്പൻഡ് ചെയ്യാൻ വേണ്ടി സോ ഇവിടെ കണ്ട ഒരു വ്യത്യാസം, ഈ l.append x എന്ന് പറയുന്നത് ഡിലീറ്റ് ഓപ്പറേഷനിൽ ഇഫിൻ്റെ ബോഡി ആയിട്ടാണ് ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. പക്ഷേ തൊട്ട് മുൻപിൽ അപ്ഡേറ്റ് കോഡ് ചെയ്യുന്ന സമയത്ത് ഈ l.append of x എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല. കാരണം അവിടുത്തെ സാഹചര്യം എന്താണ്? അപ്ഡേറ്റ് ചെയ്തതും ചെയ്യാൻ പാടില്ലാത്തതും എല്ലാ റെക്കോർഡ്സ് ലിസ്റ്റിലേക്ക് എത്തിയിരിക്കണം. പക്ഷേ ഡിലീറ്റിൽ എന്താണ് ലോജിക്ക്? ഡിലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന റെക്കോർഡ്സ് മാറ്റി നിർത്തി അല്ലാത്ത റെക്കോർഡ്സ് മാത്രമാണ് മെയിൻ ലിസ്റ്റ് വേരിയബിളിലേക്ക് അപ്പൻഡ് ചെയ്യേണ്ടത്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഇറ്റ്സ് ഓക്കെ. അപ്പോൾ മെയിൻ ലിസ്റ്റിലേക്ക് അപ്പൻഡായി. പിന്നെ ലോഡ് ഫംഗ്ഷൻ ഫെയിൽ ആകുമ്പോൾ ജനറേറ്റ് ചെയ്യാൻ പോകുന്ന എററാണ് EOF എറർ. EOF error. Okay. Then nothing to say. This is intermediate stage and first step കഴിഞ്ഞു. Then in the second step what I have to do is I have to open once again that particular binary file in write mode. Why? അപ്ഡേറ്റ് കോഡ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് കോഡും മോർ ഓർ ലെസ് വൺ ആൻഡ് ദ സെയിം എന്ന് പറഞ്ഞല്ലോ. ഇൻ ദ സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ലിസ്റ്റിൻ്റെ ഉള്ളിൽ ഗ്യാദർ ചെയ്ത ഡിലീറ്റ് ചെയ്യാൻ പാടില്ലാത്ത റെക്കോർഡ്സൊക്കെ ഈ മെയിൻ ലിസ്റ്റ് എല്ലിൻ്റെ ഉള്ളിൽ ഗ്യാദർ ചെയ്തല്ലോ, അത് വീണ്ടും നമ്മൾ ബൈനറി ഫയലിലേക്ക് ഓവർ റൈറ്റിംഗ് മോഡിൽ തുറന്ന് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. സോ ഫോർ I in L ഫസ്റ്റ് ഇറ്ററേഷൻ ഐയിലേക്ക് എന്തെത്തും? ഫസ്റ്റ് റെക്കോർഡ് എത്തും. ഇറ്റ്സ് ഓക്കെ. ദെൻ പിക്കൽ മോഡ്യൂളിൻ്റെ ഉള്ളിലുള്ള ഡംപ് ഫംഗ്ഷനെ വിളിച്ച് I,F എന്ന് പറഞ്ഞാൽ മതി. ഇറ്റ്സ് ഓക്കെ, ഫൈൻ. ദെൻ ഇവിടെ L,F എന്ന് പറഞ്ഞത് തെറ്റാണ്. ആക്ച്വലി I ആണ് ഞാൻ പറയേണ്ടത്. എന്തുകൊണ്ട്? ഓരോ ഇറ്ററേഷനിൽ ഐയിലേക്ക് എന്തെത്തും? ഓരോ റെക്കോർഡിൽ എത്താം. ആ റെക്കോർഡാണല്ലോ ഇൻഡിപെൻഡൻ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ബൈനറി ഫയലിലേക്ക് റൈറ്റ് ചെയ്യേണ്ടത്. L എന്ന് പറയുമ്പോൾ മുഴുവൻ ലിസ്റ്റാവും. പക്ഷേ ഓരോ ഇറ്ററേഷനിൽ ആ മെയിൻ ലിസ്റ്റിൻ്റെ ഉള്ളിലുള്ള ഓരോ റെക്കോർഡും നമുക്ക് ട്രാൻസ്ഫറായി കിട്ടുന്ന വേരിയബിൾ ഏതാണ്? I അല്ലേ? സോ ദിസ് വാസ് മൈ മിസ്റ്റേക്ക്. സോറി ഫോർ ദിസ്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി, റെക്ടിഫൈ ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ റൈറ്റിംഗ് ഓപ്പറേഷൻ കഴിഞ്ഞു. ഇനി തേർഡ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? പ്രൂഫ് കാണിക്കേണ്ട ഡിലീറ്റ് ആയി പോയെന്ന്. ഇപ്പോൾ വൺസ് അഗെയിൻ ഐ ഹാവ് ടു ഓപ്പൺ ദറ്റ് ബൈനറി ഫയൽ ഇൻ റീഡ് മോഡ്. ഓക്കെ, ഒരു പ്രൂഫ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്താണ്? റീഡ് മോഡിൽ തുറന്ന് നമ്മൾ ആ ഫയലിൻ്റെ ഇപ്പോൾ നിലവിലുള്ള റെക്കോർഡ്സൊക്കെ പുറത്ത് ഔട്ട്പുട്ടായിട്ട് കാണിക്കുമ്പോൾ യൂസർ ആവശ്യപ്പെട്ട ഓതർ നെയിമുള്ള റെക്കോർഡ്സ് ഇപ്പോൾ കാണാൻ പറ്റുന്നില്ലെന്നൊരു സംഗതി യൂസറിനെ മനസ്സിലാവും. അത് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നവനെ മനസ്സിലാവുന്നത് കൊണ്ട് അവനെ തോന്നും, ഓ ഈ റെക്കോർഡ്സൊക്കെ ഞാൻ ആവശ്യപ്പെട്ട ഓതർ നെയിം മാച്ച് ആവുന്ന റെക്കോർഡ്സൊക്കെ ബൈനറി ഫയലിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. ഇനി ഇത് റീഡിംഗ് കോഡ് ആയതുകൊണ്ട് വൺസ് അഗൈൻ ട്രൈ ബ്ലോക്കാണ്. ഇതിൽ നമ്മൾ വൈൽ ട്രൂ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. എക്സ് വേരിയബിൾ ആസ് യൂഷ്വൽ ഇതിൻ്റെ ഉള്ളിലേക്ക് റെക്കോർഡ് ബൈ റെക്കോർഡ് നമ്മൾ ലോഡ് ചെയ്യുന്നു. അത് ഔട്ട്പുട്ടായിട്ട് കാണിച്ചു കൊടുക്കുന്നു. അറ്റ് വൺ പോയിൻ്റ് ഓഫ് ടൈം ലോഡ് എന്താവും? ഫെയിൽ ആവും. ലോഡ് ഫെയിൽ ആവുമ്പോൾ accept EOF
എററാണ്. ഇപ്പോൾ പറയാനുണ്ടാവും ഇത് ഡിസ്പ്ലേ പേർപ്പസ് ആയതുകൊണ്ട് നോ മോർ റെക്കോർഡ്സ് എന്ന് ജനറൽ ആയിട്ടുള്ളൊരു മെസ്സേജ് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇനി ബാക്കി റെക്കോർഡ്സ് ഒന്നും ഇല്ല. ഉള്ള റെക്കോർഡ്സൊക്കെ ബൈനറി ഫയലിൻ്റെ ഉള്ളിലുള്ളതൊക്കെ ഇൻഡിപെൻഡൻ്റ് ഞാൻ കാണിച്ചു. ഇത്രയേ ഉള്ളൂ. സോ ഡിലീറ്റ് ഓപ്പറേഷൻ്റെ ഉള്ളിൽ അതേ ഫയലിൽ വൺ ആഫ്റ്റർ അനദർ 3 സ്റ്റെപ്പിൽ ആദ്യം ഞാൻ റീഡ് മോഡിൽ തുറക്കുന്നു, മാച്ച് ആവുന്ന റെക്കോർഡ്സ് കണ്ടെത്തുന്നു, ഡിലീറ്റ് ചെയ്യാൻ ഓതർ നെയിമാണ് യൂസറിൽ നിന്ന് ഇൻപുട്ടായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നത് ഈ AU വേരിയബിളിലേക്ക്. ഈ AU വേരിയബിളിൻ്റെ ഉള്ളിലേക്ക് എത്തിയ ഓതർ നെയിം മാച്ച് ആവുന്ന റെക്കോർഡ്സാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. അത് മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കി റെക്കോർഡ്സൊക്കെ മെയിൻ ലിസ്റ്റ് വേരിയബിളിലേക്ക് അപ്പെൻഡ് ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ വീണ്ടും അതേ ബൈനറി ഫയൽ റൈറ്റ് മോഡിൽ തുറക്കുന്നു. പിന്നെ ഈ മെയിൻ ലിസ്റ്റിൽ നിന്ന് വീണ്ടും ബൈനറി ഫയലിലേക്ക് റെക്കോർഡ് ബൈ റെക്കോർഡ് ഇൻഡിപെൻഡൻ്റ്ലി അതിൻ്റെ പഴയ റെക്കോർഡ്സൊക്കെ ഈ പുതിയ റെക്കോർഡ്സ് കൊണ്ട്, കാരണം കുറഞ്ഞു കാണുമല്ലോ, ഡിലീറ്റ് ചെയ്യാനുള്ളതൊക്കെ മാറ്റി നിർത്തിയിട്ടാണല്ലോ ബാക്കിയൊക്കെ മെയിൻ ലിസ്റ്റിലേക്ക് നമ്മൾ അപ്പെൻഡ് ചെയ്തത്. പിന്നെ തേർഡ് സ്റ്റെപ്പ് പ്രൂഫ് കാണിക്കാൻ വേണ്ടി റീഡ് മോഡിൽ തുറക്കുന്നു, കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ യൂസർക്ക് മനസ്സിലാവും. സോ ലെറ്റ് മീ എക്സിക്യൂട്ട് ദിസ് പ്രോഗ്രാം. ഒറ്റയ്ക്ക് ഇത് റൺ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മേ ബി സംടൈംസ് ഐ ഹാവ് ടു റെക്ടിഫൈ ദ മിസ്റ്റേക്സ് വിച്ച് ഐ ആം വില്ലിംഗ് ടു. ഇത് ബൈനറി ഫയൽ ആയതുകൊണ്ട് ബൈൻ operations.py ope.py bin ope.py ആയിട്ട് സേവ് ചെയ്തു. ഇപ്പോൾ എക്സിക്യൂട്ട് ആവില്ല, സോറി. കാരണം എന്താണ്, ഇതിൽ മെയിൻ ബ്ലോക്ക് മിസ്സിംഗ് ആണ്. ജസ്റ്റ് നൗ ഐ ഹാവ് ഫ്രെയിംഡ് ഓൺലി ദ ബോഡി ഓഫ് ദി യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ്. ഇനി മെയിൻ ബ്ലോക്കിൻ്റെ ബോഡി കുറച്ചുകൂടി ഞാൻ ഫ്രെയിം ചെയ്യാനുണ്ട്. സോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇതാ മെയിൻ ബ്ലോക്കാണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതൊരു മെനു ഡ്രിവൻ പ്രോഗ്രാം അല്ലെങ്കിൽ പിന്നെ ജസ്റ്റ് ചുമ്മാ ആ ഫംഗ്ഷൻസിൽ വിളിച്ചാൽ മതി. ആദ്യം വിളിക്കേണ്ടത് ഏത് ഫംഗ്ഷനാണ്? ആദ്യം ആഡ് ചെയ്യേണ്ടേ ബൈനറി ഫയലിൽ ക്രിയേറ്റ് ചെയ്ത് കുറച്ച് റെക്കോർഡ്സ് ആഡ് ചെയ്യേണ്ടേ, ആഡ് റെക്കോർഡ്സ്. നെക്സ്റ്റ് സീക്വൻഷ്യലി സെർച്ച് റെക്കോർഡ്സ്. അടുത്ത് വിളിക്കേണ്ടത് അപ്ഡേറ്റ് റെക്കോർഡ്സ്. ഏറ്റവും അവസാനം വിളിക്കേണ്ട യൂസർ ഡിഫൈൻ ഫംഗ്ഷനാണ് ഡിലീറ്റ് റെക്കോർഡ്സ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന് യൂസർ ഡിഫൈൻ മെനു ഡ്രിവൻ പ്രോഗ്രാം പോലെ ആക്കിയെടുക്കാം. ചോയ്സ് 1 ആണെങ്കിൽ ആഡ്, ചോയ്സ് 2 ആണെങ്കിൽ സെർച്ച്, ചോയ്സ് 3 ആണെങ്കിൽ അപ്ഡേറ്റ്. അങ്ങനെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇറ്റ്സ് അപ് ടു യു. ലെറ്റ് മീ റൺ ദ പ്രോഗ്രാം. ദെൻ ഹൗ മെനി റെക്കോർഡ്സ്? ഫസ്റ്റ് ഏത് കോഡ് എക്സിക്യൂട്ട് ആയി? ആഡ് റെക്കോർഡ്സ്. ഇപ്പോൾ 4 റെക്കോർഡ്സാണ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്. വിൻഡോ ഒന്ന് മാക്സിമൈസ് ചെയ്യുന്നു. ജസ്റ്റ് ദെൻ വെൻ ഐ പ്രസ് എൻ്റർ, ഫസ്റ്റ് റെക്കോർഡിൻ്റെ ബുക്ക് ID, അതിൻ്റെ ബുക്ക് നെയിം ടെമ്പററിലി അങ്ങനെ കരുതിക്കോ. പബ്ലിഷർ ലൈക്ക് സച്ചിൻ. ഓക്കെ. ദെൻ ഓഥർ Ramesh. Then price, and the second record book ID 2. Then once again name BBB, Sachin Publications തന്നെ. സെയിം ഓതർ. ലെറ്റ് മീ റിപ്പീറ്റ്. രമേശ് എന്ന് പറയുന്ന ഓതറിൻ്റെ 2 ബുക്സാണ്. അപ്പം 2 പ്രാവശ്യം ഈ പേര് റിപ്പീറ്റ് ചെയ്യാം. കാരണം നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയും അതുപോലെ തന്നെ സെർച്ച് ചെയ്യുന്നതും ആസ് വെൽ ആസ് ഡിലീറ്റ് ചെയ്യുന്നതും ബേസ്ഡ് അപ്പോൺ ഓതർ നെയിമാണ്. അപ്പോൾ മൾട്ടിപ്പിൾ റെക്കോർഡ്സ്, ആളുടെ പേരിൽ തന്നെ മൾട്ടിപ്പിൾ റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാവും. നെക്സ്റ്റ് ബുക്ക് ID, പ്രൈസ് അല്ലേ. നെക്സ്റ്റ് റെക്കോർഡിൻ്റെ ബുക്ക് ID 3 ആണ്. തേർഡ് റെക്കോർഡിൻ്റെ ഇൻഫർമേഷനാണ് ഇപ്പോൾ ഞാൻ എൻ്റർ ചെയ്യുന്നത്. ബുക്ക് നെയിം കൊടുത്തു. പബ്ലിഷർ സംതിങ് ലൈക്ക് സുൽത്താൻ. ഓക്കെ. ആൻഡ് ഓതർ നെയിം രമേശ് തന്നെ കിടക്കട്ടെ. കാരണം 4 റെക്കോർഡ്സിൽ 3 റെക്കോർഡ്സിൻ്റെ ആധാർ രമേശ് തന്നെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ അപ്ഡേറ്റും ഡിലീറ്റും സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ പിടികിട്ടും. സോ ഓക്കെ. ദെൻ പ്രൈസ് എൻ്റർ ചെയ്തു. 4ാമത്തെ റെക്കോർഡ് മാത്രം വേരിയേഷൻ വർത്താൻ നമുക്ക്. ബുക്ക് ID, ബുക്ക് നെയിം, ദെൻ പബ്ലിഷർ സുൽത്താൻ തന്നെ ഇരിക്കട്ടെ. ദെൻ ഓതർ സിപ്പി. സോ ഓക്കെ, ഫൈൻ. ആൻഡ് പ്രൈസ് എൻ്റർ ചെയ്തു. നെക്സ്റ്റ് ഫംഗ്ഷൻ ഏതാണ് എക്സിക്യൂട്ട് ആവാൻ പോകുന്നത്? ആഫ്റ്റർ ആഡ് റെക്കോർഡ് സെർച്ച് അല്ലേ. സോ യു ആർ സെർച്ചിങ് ബേസ്ഡ് അപ്പോൺ ഓതർ നെയിം. നമുക്ക് വേണമെങ്കിൽ ആ റെക്കോർഡിൽ 5 എലിമെൻറ്റ്സ് ഉള്ളത് കൊണ്ട് ബുക്ക് ID ബേസ് ചെയ്ത് സെർച്ച് ചെയ്യാം, ബുക്ക് നെയിം ബേസ് ചെയ്ത് സെർച്ച് ചെയ്യാം, ഓതർ ബേസ് ചെയ്ത് പബ്ലിഷർ, പ്രൈസ്, അങ്ങനെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ ചെയ്തിരിക്കുന്ന കോഡ് ഇപ്പോൾ ഓതർ നെയിം. ഫോർ എക്സാമ്പിൾ ഞാൻ ഓതർ രമേശ് ഉണ്ടല്ലോ, 3 റെക്കോർഡ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഔട്ട്പുട്ട് കണ്ടോ, കറക്റ്റ് 3 റെക്കോർഡ്സ് കാണിച്ചു കൊടുത്തു. ദെൻ ആഫ്റ്റർ ദാറ്റ് അടുത്ത ഏത് ഫംഗ്ഷനാണ് വിളിച്ചത്? ആഫ്റ്റർ ഡൂയിങ് സെർച്ച് ഓപ്പറേഷൻ അപ്ഡേറ്റ് അല്ലേ. കണ്ടോ, ഓൾഡ് ഓതർ നെയിം ചോദിക്കുന്നുണ്ട്. രമേശ് ആണ് ഓൾഡ് ഓതർ നെയിം ആണെങ്കിൽ, പുതിയ ഓതർ നെയിം അമേഷ്. ദെൻ ഓട്ടോമാറ്റിക്കലി നോക്ക്, ഈ രമേശ് പഴയ ഓതർ നെയിം ഓരോ റെക്കോർഡിൽ 4th എലിമെൻ്റൽ വാല്യൂ രമേശ് ആയിരുന്നു. എവിടെയൊക്കെ റെക്കോർഡ്സിൻ്റെ ഓതർ നെയിം രമേശ് ആയിരുന്നു അത് പുതിയ വാല്യൂ അമേഷ് കൊണ്ട് ഓവർ റൈറ്റ് ആയി. സോ അപ്ഡേറ്റ് ഓപ്പറേഷൻസ് ആൾസോ പെർഫെക്റ്റ്ലി വർക്കിംഗ്. ദെൻ റെക്കോർഡ്സ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ പുതിയ ഓതർ നെയിം നമ്മൾ ചേഞ്ച് ചെയ്ത് അമേഷ് ആയതുകൊണ്ട് മൊത്തത്തിൽ ബൈനറി ഫയലിൽ എത്ര റെക്കോർഡ്സ് ഉണ്ട്? 4 റെക്കോർഡ്സാണ്. ഈ 4ലും ആദ്യത്തെ 3 റെക്കോർഡ്സ് അമേഷ് ആയതുകൊണ്ട് ഈ 3ഉം മാറ്റി നിർത്തി ലാസ്റ്റ് റെക്കോർഡ് മാത്രമേ മെയിൻ ലിസ്റ്റിലേക്ക് അപ്പെൻഡ് ആവുള്ളൂ. അതാണല്ലോ കോഡ് ഡിലീറ്റ് ഓപ്പറേഷൻ്റെ. ഇപ്പോൾ നോക്കൂ, 3 റെക്കോർഡ്സ് പോയി കാണും, ഒരു റെക്കോർഡ് മാത്രമേ ഔട്ട്പുട്ടായിട്ട് കാണുന്നുണ്ട്. കറക്റ്റ്. സോ our program is working perfectly. Hope you understood my class. Bye bye. See you in the next class.